ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ മീൻകുയിന്റെ കോൺക്രീറ്റും തേപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈറ്റ് വാഷ് അടിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ മീൻകുയൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് വെള്ളം അടിച്ചിട്ട് ഇടാൻ വേണ്ടി പോവാട്ടാ. വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മീനെ കൊടുത്തിട്ട് സെറ്റ് ആക്കണം കേട്ടോ. മീൻകുയി ഫുള്ള് വൈറ്റ് വാഷ് അടിച്ചുകൊണ്ട് തന്നെ വെള്ളം ഫുള്ള് വെള്ള കളറിലാട്ടുള്ളത്. പിന്നെ നമ്മളെ വെള്ളം പോകാനുള്ള പൈപ്പ് കുറച്ച് പൊക്കി വെച്ചുകൊണ്ട് തന്നെ അടിയിലുള്ള ഫുള്ള് വെള്ളം നമ്മൾ കോരി വയ്ക്കണം കേട്ടോ. അത് കുറച്ച് ഇടങ്ങേറുള്ള പണി നിന്നിട്ടാ. പിന്നെ ഹെൽപ്പറായിട്ട് നമ്മൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കോരിയിട്ട് മേലക്കാട് വെച്ചു കൊടുക്കും. ഉമ്മ അപ്പുറത്ത് കൊയിച്ചും ചെയ്യും. ഏതായാലും കോരി വെച്ചിട്ട് അടിയെത്താനായിക്കും. അതിന്റെ ഇടയ്ക്ക് മേലുള്ള ഈ ചളിയൊക്കെ പാടഞ്ഞ് ദീക്ക് കണ്ടാച്ചിട്ട് ഇമ്മപ്പ തന്നെ കേകിയിട്ട് സെറ്റ് ആക്കുന്നുണ്ടാ. അപ്പോഴാണ് എളാപ്പാന്റെ മിഡിൽ സന്തതി ഇവിടെ എത്തുന്നത്. പിന്നെ ഓളയാണ് കൂട്ടി അങ്ങനെ വള്ളം കോരിക്കല് ഏകദേശം ഒരു വിധായി കിട്ടാം. ഞാൻ അടിയിലുള്ള കുറച്ച് ചളിയൊക്കെ പാടെ വാരി എടുക്കാനും കൂടി ഉള്ളൂ. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ മീൻകുയി ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടാ. ഇനി നമ്മൾ വെള്ളം നിറക്കാൻ വേണ്ടി പോകും. ആദ്യം തന്നെ ചിറ്റോറൊക്കെ ഒന്ന് പൈപ്പ് പിടിച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടാ. അങ്ങനെ മീൻകുയിൽ വെള്ളം നിറയാൻ തുടങ്ങി. കുറച്ചും കൂടി പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൈപ്പും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ടാ. അങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് നമ്മളെ പൈപ്പിന്റെ മേലെ എത്തിയിട്ടുണ്ടാ. ഇത് ഇന്നൊന്നും അറിയില്ലാന്ന് നമുക്ക് മനസ്സിലായപ്പോൾ നമ്മളൊരു അലാക്കിലെ പൈപ്പാണ് ഇറക്കി. പിന്നെ നമ്മളെ മെയിൻ മോട്ടറിൽ നിന്നുണ്ട് വെള്ളം അടിക്കൽ തുടങ്ങി. എങ്ങനെയാണ് നമ്മളെ ബുദ്ധി. അപ്പൊ പിന്നെ സടപട വെച്ചിട്ട് വെള്ളമാണ് നിറയിൽ തുടങ്ങി. സംഭവം നമ്മൾ ആദ്യം അടിച്ചതിനെക്കാട്ടി സ്പീഡിൽ ഈ പൈപ്പിലൂടെ വെള്ളം വരുന്നതുകൊണ്ട് തന്നെ മീൻകുയി പെട്ടെന്ന് നിറയിൽ തുടങ്ങിയിട്ടാ. അങ്ങനത്തെ മുക്കാ ഭാഗം നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടാ. നമ്മളതിക്ക് ചാടാൻ വേണ്ടി പോകും. ഓളും ചാടാൻ വേണ്ടി ഇരിക്കണേ. നമ്മളേതായാലും ഒന്നും നോക്കില്ല, എടുത്താണ് ചാടി. പിന്നെ ഓളേണ്ട് ഇറക്കി. ഓൾക്കാണെങ്കിൽ പെരും പൊലിവ്. ഓൾക്ക് നീന്താനുള്ള വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ ഓൾക്ക് നല്ല സുഖമാണ്. പിന്നെ നമ്മളെ ഉമ്മാന്റെ ഒരു പൂതിയായിരുന്നു നീന്തി കുളിക്കണം. അതുകൊണ്ട് സാധിച്ചോട്ടെ. നീന്താനൊന്നും അറിയില്ലെങ്കിൽ എന്തൊക്കെ കാട്ടുണ്ട്. ഏതായാലും നമ്മളെ ചാട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മീൻകുയിൽ വെള്ളം കുറയുണ്ടോ നോക്കാൻ വേണ്ടിട്ട് വെച്ചിക്കാട്ടാ. നമുക്ക് പിറ്റേസം വന്ന് നോക്കാം. അങ്ങനെ പിറ്റേസം വന്ന് നോക്കുമ്പോൾ നമ്മളെ അടയാളത്തിനെക്കാട്ടി നല്ല വെള്ളം കുറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താന്ന് നോക്കണം. ഒന്നല്ല കടി കൂടെ വെള്ളം പോകുണ്ടാവും, അല്ലെങ്കിൽ മീൻകുയിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഏതായാലും എന്താ പ്രശ്നം എന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ സെറ്റ് ആക്കട്ടെ. അപ്പൊ ഏതായാലും ഫോളോ ചെയ്യാൻ മറക്കല്ലിട്ടാ. അപ്പൊ ബൈ.